രോഗസാധ്യതയുള്ളവരിൽ പ്രാരംഭഘട്ടത്തിൽ ഭക്ഷണക്രമങ്ങളിലൂടെ മജ്ജയിലെ പ്ലാസ്മ കോശങ്ങളെ ബാധിക്കുന്ന രക്താർബുദമായ മൈലോമയെ ഒരു പരിധിവരെ ചെറുക്കാമെന്ന് വിദഗ്ധർ. കൊച്ചി അമൃത ആശുപത്രിയിൽ സംഘടിപ്പിച്ച മൈലോമ കോൺഗ്രസിലാണ് മൈലോമ രോഗസാധ്യത ഉള്ളവരിൽ പ്രാരംഭഘട്ടത്തിൽ റിഫൈൻ ചെയ്യാത്ത സസ്യാഹാര ഭക്ഷണക്രമം പിന്തുടരുന്നതിലൂടെ രോഗപുരോഗതി ഒരു പരിധിവരെ തടയാൻ കഴിയുമെന്ന ശ്രദ്ധേയമായ കണ്ടെത്തൽ ഡോക്ടർ ഉർവിഷ അവതരിപ്പിച്ചത്. മജ്ജയിലെ പ്ലാസ്മ കോശങ്ങളെ ബാധിക്കുന്ന അർബുദമായ മൈലോമയുടെ നൂതന ചികിത്സാ രീതികൾ അവതരിപ്പിച്ച ഇന്ത്യൻ മൈലോമ കോൺഗ്രസിൽ 500ഓളം പേർ പങ്കെടുത്തു. മൈലോമ ചികിത്സയിലും ഗവേഷണത്തിലും ആഗോളതലത്തിൽ നടക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് ഇന്ത്യയിലെയും വിദേശത്തെയും വിദഗ്ധർ വിഷയാവതരണം നടത്തി. സമ്മേളനത്തിൽ കാർടി സെൽ തെറാപ്പി, ബൈറ്റ് തെറാപ്പി എന്നീ നൂതന ചികിത്സാ രീതികൾ ചർച്ചയായി. അമൃത ആശുപത്രിയിൽ നടന്ന സമ്മേളനത്തിൽ ഡോക്ടർമാരായ നിഖിൽ കൃഷ്ണ ഹരിദാസ്, മനോജ് ഉണ്ണി, സൗരഭ്, സഞ്ജു സിറിയക്, അബ്ദുൾ മജീദ്, ബോബൻ തോമസ്, ഉണ്ണി എസ് പിള്ള, ഉണ്ണികൃഷ്ണൻ, ഷാജി കെ കുമാർ തുടങ്ങിയവർ മൈലോമ ബാധിതരായ രോഗികളുമായി ആശയവിനിമയം നടത്തി. മൈലോമ എന്ന് പറയുന്ന ബ്ലഡ് ക്യാൻസറിനെ കുറിച്ച് ആണ് നമ്മൾ പ്രബന്ധങ്ങളും മറ്റ് ചർച്ചകളും നടന്നത്. മൈലോമയുടെ തുടക്കത്തിൽ ആദ്യത്തെ ദിവസം മൈലോമയുടെ മുമ്പ് ഉള്ള പ്രിക്കഴ്സർ ഡിസീസായ മോണോക്ലോണൽ ഗാമോപ്പതി ഓഫ് അൺസർട്ടൺ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്ന MGUS കുറിച്ച് ചർച്ചകൾ നടന്നിരുന്നു. സ്മോൾഡറിങ് മൈലോമ എന്ന ഏർലി സ്റ്റേജ് മൈലോമ, അതിന് ട്രീറ്റ്മെൻറ്റ് ആവശ്യമുണ്ടോ എന്നുള്ള ചർച്ചകളും വാദപ്രതിവാദങ്ങളും നടന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഏറ്റവും പുതിയ ട്രീറ്റ്മെൻറ്റുകളെ കുറിച്ചിട്ടുള്ള, അതായത് കാർടി സെൽ തെറാപ്പി, ബൈസ്പെസിഫിക് തെറാപ്പി ഇങ്ങനെയുള്ള ഏറ്റവും നൂതനമായ ചികിത്സയെക്കുറിച്ചുള്ള ചർച്ചകളും നടന്നു. അതുപോലെ തന്നെ മറ്റ് എടുത്തു പറയേണ്ട ഒരു കാര്യം, പേഷ്യൻസിന് വേണ്ടിയിട്ട് നമ്മളൊരു പേഷ്യൻസിനെയും ഡോക്ടർമാരെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു സമ്മേളനം ഇതിൻ്റെ ഇടയിൽ ഇന്ന് രാവിലെ നടത്തുകയുണ്ടായി. ഇൻ്റർനാഷണൽ ഡോക്ടേഴ്സ് ഉൾപ്പെടെയുള്ളവർ പേഷ്യൻസുമായും അവരുടെ കുടുംബവുമായി സംവാദനം നടത്തി. ആരോഗ്യ വാർത്തകൾ ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ഡോക്ടർ ലൈവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ദ ഫസ്റ്റ് 24/7 ഹെൽത്ത് ന്യൂസ് ചാനൽ.